നമ്മൾ ആണുങ്ങളല്ലെങ്കിലും പേപ്പറിന്ന് വെട്ടിയതാണല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ്. ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്. സീസൺ 1 അപാര കോൺട്രവേഴ്സി പോയത് നമ്മൾ കണ്ടതാണ്. റൺബീർ അൽ ഹബാദിയ, വീർ വൈസിപ്സ്, പിന്നെ ഇതിൻ്റെ ഷോൻ്റെ ഫൗണ്ടറായ സമീർ റെയ്ന, ഇവന്മാരെല്ലാവരും കൂടി സ്ത്രീത്വത്തെ അപമാനിച്ചു ആൻഡ് ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തെ അപമാനിച്ചു. അങ്ങനത്തെ ഒരുപാട് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു സീസൺ 1 നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവന്മാർ ചോദിച്ച ചോദ്യം പ്രത്യേകമാണ്. ഏറിപ്പോയി, പോലീസ് കേസായി, വൻ സീനായി. സീസൺ 2 തുടങ്ങിയിട്ട് റീസെൻ്റ്ലി വന്ന എപ്പിസോഡ് 3. ഓക്കെ, ഇതിനകത്തൊരു ലേഡി വന്നടേ. ആ ലേഡിയുടെ പേരാണ് സാക്ഷി ജാ. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇഷ്ടമല്ല, ആൺ വിരോധം. ഞാനൊരു ആൺ വിരോധിനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡി വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഷോൻ്റെ സ്റ്റേജിലിരുന്ന് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതൊരാണാണ്, ഞാനൊരു സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്ന് വിളിച്ച് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഷോ കോൺട്രവേഴ്സി പോവും, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ആണുങ്ങൾക്കെതിരെ ആണുങ്ങളെ എന്തു പറഞ്ഞാലും ഒരു വിഷയം അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സാക്ഷി ജാ അവിടെ വന്ന് അടിച്ചിട്ടും പറഞ്ഞിട്ടും പോയത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സമീർ റെയ്നയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ്റെ പുതിയ സീസൺ 2ൻ്റെ എപ്പിസോഡ് 3 ഉണ്ട്. അതിലാണ് ഈ സാക്ഷി ജാ വന്നിട്ടുള്ളത്. ഫുൾ എപ്പിസോഡ് കാണണമെങ്കിൽ അവിടെ പോയി നിങ്ങൾ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് സാക്ഷി ജായുടെ പോർഷൻ മാത്രമാണ് ഞാനിവിടെ എൻ്റെ പെർസ്പെക്റ്റീവ്സ് പറയാൻ വേണ്ടി എടുക്കുന്നത്. ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, എല്ലാ സ്ത്രീകളും ഇങ്ങനെയല്ല. പക്ഷേ പുരുഷന്മാരെ അങ്ങോട്ട് വെറുത്ത് പുരുഷന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് പറഞ്ഞ് കുറേ വിരോധം കൊണ്ട് നടക്കുന്നവർക്ക് മേ ബി അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ റീസൺസ് കാണാം. ബട്ട് സ്റ്റിൽ ഇത് ആണുങ്ങളെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീയെ വെറുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ദേഷ്യം തോന്നുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ. ആണുങ്ങളെ കേസ് വരുമ്പോൾ സ്ത്രീ അവൾ എന്തുകൊണ്ട് അവനെ വെറുക്കാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആണുങ്ങളെ വെറുക്കാൻ അവൾക്ക് എന്താണ് റീസൺ എന്ന് ചോദിക്കുന്ന സൊസൈറ്റി ഒരു ആണിനോടും കൂടി അത് ചോദിക്കാനുള്ളൊരു കൺസിഡറേഷൻ കാണിക്കണം എന്നേ പറയാനുള്ളൂ. സോ ലെറ്റ്സ് വാച്ച് സാക്ഷി ജാ. हेलो वुमेन्स एंड देयर क्रिएचर्स, मेरा नाम साक्षी है और मैं ना एक मैन हेटर हूँ. आपको पता है? और फेंक दो उसके हाथ में, क्यों दिया फिर? So sorry. ഐ എം എ മാൻ ഹെയ്റ്റർ. ഞാനൊരു ആൺ വിരോധിയാണ്. എന്നിട്ട് നേരെ കയ്യിലുള്ള ആ ഒരു കാർഡ് എടുത്തിട്ട് ബാക്കിലുള്ള ബൗൺസർ ചേട്ടനും കൊണ്ടുപോയി കൊടുക്കും. എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പിടിച്ചോ, എൻ്റെ കാര്യങ്ങൾ പിടിക്കേണ്ട ആളാണ് നീ. ആ ഒരു മൂഡ് ഓഫ് ലൈനാണ് ഈ ലേഡിയുടെ. ഇങ്ങനത്തെ ഒരു തരം മെൻറ്റാലിറ്റി കൊണ്ട് നടക്കുന്ന, ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ എല്ലാ ആണും സ്ത്രീകളെ ഉപദ്രവിക്കാൻ നടക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകൾ, ഞാൻ അങ്ങനെ വരെ വിളിക്കുക, സ്യൂഡോ ഫെമിനിസം കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ കുറേ പേര് സൊസൈറ്റിയിലുണ്ടേ. ഇവർ ഭയങ്കര ഡേഞ്ചറാണ്. ഇവരെവിടെയാണ് ഡേഞ്ചർ ആവണമെന്നറിയോ? വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നതും ഇവർ കൺവേ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു തരം ടോക്സിക് നോളേജ് ഉണ്ട്. അതായത് പുരുഷൻ്റെ അടിമ, അല്ലെങ്കിൽ പുരുഷൻ അങ്ങനെ ഇവിടെ ആരും ആരുടെയും അടിമയല്ല. കോ എക്സിസ്റ്റൻസ് ആണ്. ആണും പെണ്ണും കോ എക്സിസ്റ്റ് ചെയ്ത് ജീവിക്കുക, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും വളരുന്ന സാഹചര്യം, അവരുടെ എൻവയോൺമെൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് വളരെ ടോക്സിക് ആയിട്ടുള്ള ട്രോമ അനുഭവിച്ച് വളർന്ന ഒരാൾക്ക് വേറൊരു സ്ത്രീയോട് നീയും അങ്ങനെ അനുഭവിക്കും, അതുകൊണ്ട് നീ അങ്ങനെ അവരോട് ചെയ്യുക ഒരാണിനോടെന്ന് പറഞ്ഞ് ആ കുടുംബം കുളം തോണ്ടാനും അവരുടെ ലൈഫിലുള്ള ഒരാണിനെ അവർ വെറുക്കുന്ന രീതിയിലാക്കാനും ഉള്ളൊരു ടെൻഡൻസി ഇങ്ങനത്തെ സ്യൂഡോ ഫെമിനിസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. ആൺ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഇവരുടെ റീസൺ ഉണ്ടാവും. ആ റീസൺ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് അത് പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് വിടരുത്. കാരണം ആ ഒരു ഫാമിലി ഇല്ലാതാവും, ആ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതം ഇല്ലാതാവും. അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആൺ വിരോധമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്ന കുറേ ചുറ്റുപാടും കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ക്രീച്ചേഴ്സ് തന്നെ പറയും. ഓക്കെ, അങ്ങനെയുള്ളവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ സാക്ഷി ജാ. और इस जनरेशन में औरत होना भाई ट्रॉमा है, ट्रॉमा. आई एम टेलिंग यू. आजकल के मर्द भाई, आई लिटरली डोंट हेट एनी कास्ट. मुझे कोई जाति पाति से प्रॉब्लम नहीं है, बट आई जेन्युइनली हेट मर्द जात. भाई इन्हें आता क्या? मुझे मर्द देख के लगता है छी मर्द, ऐसा लगने लगता है कि यार बाजू में छी मर्द, नो वे. और फिर फील होता है यार कि मर्दों को आता क्या है, या तो हिलाओ और एल्स 19 मिनट 34 सेकंड चल जाओ, बस भाई यही 3-4 चीज़ें आता है. और फिर हीरो तो ऐसे बोलते हैं, यू नो व्हाट, आई एम अ मैन. भाई बाप के पेट से पैदा हुआ था क्या? बोल, औरत ने ही पैदा किया है ना तुझे. सो दैट्स माय टाइम, यू ऑल, थैंक यू सो मच. എന്തുവാണ് ഇവള് പറഞ്ഞിട്ട് പോണത്? ശരി, അമ്മ പ്രസവിച്ചു,
ദിവ്യ ഗർഭം ഉണ്ടാക്കാൻ അങ്ങനെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണോ? അല്ലല്ലോ. ദിവ്യ ഉണ്ണികളൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഒരാണുണ്ട് അപ്പുറത്ത്. ഡെഫിനറ്റ്ലി എ മാൻ ഈസ് ദർ. ആ ആണിനെ മനുഷ്യനായിട്ടെങ്കിലും കൺസിഡർ ചെയ്തുകൂടെ? ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാത്തേ മാത്രമേ ഉള്ളൂ എന്നാണ് 36 പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ മലയാളമൊന്നും പറയുന്നില്ല. ഭയങ്കര അറപ്പും വെറുപ്പുമാണ്. ആണുള്ള സ്ഥലത്ത് തന്നെ നോക്കുമ്പോൾ ഓക്കാനം വരുന്നു എന്നൊക്കെ പറയുന്ന ഈ സൈസ് ഐറ്റങ്ങൾ നമ്മളിടയിലുണ്ട്. ഇന്നാണ്ടല്ലോ ഈ എന്തിനാണ് പുറത്തിറങ്ങണമെന്ന് ചോദിക്കും. നമ്മുടെ പെണ്ണുങ്ങളോട് മാത്രം ഇറങ്ങിയാൽ പോരെ. ആണുങ്ങളെ കാണുമ്പോൾ ഓക്കാനം ഇവരെന്താ പറയുക, ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സാണ് ഇവർ. ഇവരെ പോലെയുള്ളവരാണ് വെറുതെ കൊണ്ടുപോയിട്ട് കുറേ ഫേക്ക് കേസുകൾ, ഫേക്ക് ആരോപണങ്ങളൊക്കെ പറഞ്ഞ് മറ്റൊരാളുടെ ജീവിതം തകർക്കുക. ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് മനസ്സിനകത്ത്. ഒരാളിനെ കാണുമ്പോൾ ഇവൻ എങ്ങനെ തകർക്കണം, ഇവനെതിരെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെയുള്ളവരെ നോക്കിയാലേ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തലയിരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടാവും, തല ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും അവൻ എന്നെ നോക്കി, അപ്പോൾ ഇവനെതിരെ കേസ് കൊടുക്കും. ഇങ്ങനെ കുടുംബം തകർക്കാനും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തകർക്കാനും നടക്കുന്ന എണ്ണങ്ങളുണ്ടടാ, ഉണ്ട് സീരിയസ് ആയിട്ട്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ഐറ്റം വന്ന് നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു വിഷയവുമില്ല. ഒരാണിനെ കുറിച്ച് ഒരു ഷോയിൽ ഒരു സ്റ്റേജിനകത്ത് കയറി പറയുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾക്കേ പ്രശ്നമില്ല, അവരെന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ഊക്കി വിടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കേസ് എടുക്കാൻ ആളില്ലേ. നാഷണലി ഇത് ഭയങ്കരമായിട്ട് ഡിസ്കഷനിലുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത് എന്താ അറിയോ, ആ സ്ത്രീ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കൊരു പുരുഷനിൽ നിന്ന് ഏത് രീതിയിലുള്ള ട്രോമ കിട്ടിക്കാണും. ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ട്രോമയെന്നാണ് 36 പറയുന്നത്. ഇവിടെ നേരെ തിരിഞ്ഞ് പറയേണ്ട ഒരു അവസ്ഥയാണ്. ഒരാണായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 36 വന്നിട്ട് ഈ അടി അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലൊരു കേസോ കൂട്ടാവാനോ ഇല്ല, എവിടെയൊന്നുമില്ല. എന്തു പറയാൻ? പച്ച വരാതാണ് ആണുങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലേഡി വന്ന് പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ട്രോമ തന്ന എൻ്റെ വീട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് ട്രോമ തന്ന വ്യക്തി, ആ ആണിനെ കുറിച്ച്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചോ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാണ്. ഇതല്ല, ഇത് ജനറലൈസ് ചെയ്ത് എല്ലാ ആണുങ്ങളെയാണ് പറയുന്നത്. Don't mansplain to her. और देखो मैं तो सवाल कर रहा था. और देखो गिरगिट बिना रंग मौका देखकर बदलता है, बट मर्द, ये औरत देखते ही पानी हो जाते. ओ माय गॉड, औरत, इन्हें बदलने में तुम्हें 2 सेकंड नहीं लगेगा भाई. कल ये तुम्हें बोल रहे होंगे कि यू नो व्हाट, आई लव यू. अगले दिन ये किसी और औरत को बोल रहेंगे आई लव यू बेब. So this is what it is. Thank you so much. ആണുങ്ങൾ മാത്രമാണല്ലോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒലിപ്പിക്കുന്നത്. ആണ് പെണ്ണെന്നൊന്നും ഇല്ലടേ. പരസ്പരം അട്രാക്ഷൻ തോന്നുന്നവരുണ്ടാവും. കുറച്ച് ഈ പറഞ്ഞ പോലെ കാണുന്ന സമയത്തൊരു കോഴി സ്വഭാവം കാണിക്കുന്നവരുണ്ടാവും. അതൊക്കെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലുണ്ട്. മനസ്സിലായില്ലേ? അത് ആണുങ്ങൾ മാത്രം എന്നൊന്നുമില്ല. ഇന്ന് ചക്കരേ തേനയെന്ന് പറയുന്ന ആൾ നാളെ ആണ് ഇട്ടിട്ട് പോയിട്ട് വേറെ പെണ്ണിനെ കാണുമ്പോൾ വേറെ പോകുന്ന പെണ്ണ് പോകാറില്ലേ? പെണ്ണുങ്ങൾ പോയ കഥകൾ കേട്ടിട്ടില്ലേ? ആണ് പെണ്ണൊന്നുമില്ല. ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്യാരക്ടർ എന്താണ് അവരത് കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് മൊത്തം ആണുങ്ങൾ അങ്ങനെയാന്ന് പറയുന്നത് ഇവളെപ്പോലുള്ള എന്താ പറയുക വൃത്തികെട്ട ജന്മങ്ങളുണ്ടല്ലോ, ഇവറ്റങ്ങളെ പേടിച്ചേ പറ്റൂ. കാരണം ഇവർ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരുതരം ടോക്സിക് സാധനം ഇനി ഈ ലേഡീനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ കാണാനുണ്ടേ. ഈ ലേഡീനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അതാ പറയുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ലേഡി അങ്ങനെ പറയാനുള്ള കാരണം, അത് കാരണം കാണിച്ചാൽ അവളെ തന്തേനെ കൊണ്ടുപോവാ, അവളെ ഏട്ടനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവളെ മുത്തച്ഛനെ കൊണ്ടുപോവാ, അവളെ മാമനെ കൊണ്ടുപോവാ, അവളെ വീട്ടിലുള്ള ആണുങ്ങളെ കൊണ്ടുപോവാ. അവർ പറയട്ടെ. സത്യം പറയാലോ ഇവളെ കൊണ്ട് അവർ ഗതി കേട്ടിട്ടുണ്ടാവും. ഇവൾ ഈ ഷോയിൽ വന്ന സമയമായിരിക്കും അവിടെ വീട്ടിലൊരു മനസ്സമാനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. Who hurt you, yaar, Sakshi? Men's. So this is where I shout out to Teach for India. Please educate the girl child. You should. तभी तो आजकल की सेंसी औरतें निकल रही है. Men's. तो साक्षी जी, why you hate men's? अब आप खुद सोचो, मतलब आजकल के जनरेशन के मतलब दिखता क्या है? ये कर रही हो आप इनको यार. मतलब मैं बता रही हूँ. अभी आपके लिए ताली मार रहे हैं. थैंक यू सो मच यू ऑल. बट अभी बोल रही थी गिरगिट मर्द होते हैं. എന്താ ഇവള് ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ആൺവിരോധിയാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു വന്ന ഒരു കൂറയാണെന്നുള്ളത് ഇവളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവക്ക് എങ്ങനെ ഇമ്പ്രസ് ചെയ്യണം അവരെ. അപ്പോൾ ഒരു പ്രൊഫൈൽ വേണമല്ലോ. അപ്പോൾ ആൺവിരോധം ഒരു പ്രൊഫൈൽ. എടീ
ഞാൻ ചിന്തിക്കുന്നത് ഇത്ര ഓപ്പണായിട്ട് എല്ലാ ആണുങ്ങളെയും മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് നോക്ക്. ഇംഗ്ലീഷോ പറയാൻ അറിയില്ല, ഇംഗ്ലീഷിൻ്റെ മാബഹൻ ചെയ്തിട്ടാണ് സ്റ്റേജിലിരിക്കുന്നത്. അതിന് സമീർ റെഡ്ഡിയൊക്കെ ഇട്ട് ഊക്കുന്നുണ്ട്, രഘു ഇരുന്നൂക്ക്, എല്ലാവരും വന്നവരും പോയവരൊക്കെ ആ സ്റ്റേജിലുള്ളവരൊക്കെ അടിച്ചിട്ടാണ് പോയത് ഇതിനെ. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യന് ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിലും ആ കോൺഫിഡൻസ് നിന്ന് പറയുന്നു എന്നുള്ള രീതിക്ക് അത് വിട്, തെറ്റാണെങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. പക്ഷെ പറയുന്നത് എന്താ പറയുന്നത്? ഇത് രാജ്യത്ത് എവിടെയും ഡിസ്കഷൻ ആവുന്നില്ല, ഇത് ഒരു ന്യൂസ് ചാനൽ എടുത്ത് വെക്കുന്നില്ല. ഒരു സ്ത്രീ വന്ന് നിന്ന് ഫേക്കായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു സ്യൂഡോ മെൻറ്റാലിറ്റിയിലാണെങ്കിൽ പോലും അവർ പറയുന്നത് എന്താ? ആണുങ്ങളെ പച്ച അപരാധം വിളിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഈ നാട്ടിൽ ഇതിനു വേണ്ടി സംസാരിക്കാനോ ഇതിൻ്റെ നിയമങ്ങളോ ഇല്ല. ഇതിൽ നിന്ന് ഇംപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് നാളെ ഒരു കുട്ടി ഇതേപോലെ ആൺ വിരോധം എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് അവർക്ക് പേഴ്സണൽ ലൈഫിൽ ഒരാളിൽ നിന്നും ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി കാണില്ല. പക്ഷേ ഇതെന്തോ ഭയങ്കര സംഭവമാണ്, ദിസ് ഈസ് ഫൺ, അല്ലെങ്കിൽ ദിസ് ഈസ് കൂൾ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെന്ത് ഡേഞ്ചർ പോക്കാവും പോണേ. You had any bad experience ऐसे? अरे डेफिनेटली जनरेशनल ट्रॉमा है मर्दों से मुझे तो. So how do you feel looking at our panel today? I genuinely feel all the men. Oh my god. If you're a man hater, how does your dad feel about this? I genuinely hate him. I've told him कि यार you know. Why so mean, yaar? He's your father, yaar. I mean he is my father, but at last he is a man. He is a man. But what? But He is a man. He is indeed a जो man. है सो है यार. हाँ, you're right. तो आपके दादाजी कैसे थे? He is also that only कि भाई औरतें कुछ नहीं कर सकती, ये वो खाना बनाओ. तो भाई. तो वो तो उनका prejudice है. I understand why you don't like that. अरे he hate me personally. नहीं, that I understand. क्योंकि हमारे घर that I understand. We are learning. That one I understand. क्योंकि मैं उनके पोते को पसंद नहीं करती. उनके पोते को? मेरे भाई को. वो तुम्हारा भाई भी है? हाँ गलती से. तो पहले कौन पैदा हुआ? हम 3 बहनें हैं, हम पहले. तो वो गलती से पैदा नहीं हुआ वो? അച്ഛനോട് വിരോധം, മുത്തശ്ശനോട് വിരോധം, ബ്രദറിനോട് വിരോധം. റീസൺ ചോദിച്ചപ്പോൾ പറയാനുള്ളത് എന്താ? ജനറേഷനായിട്ട് എനിക്ക് ഈ പറഞ്ഞ ആണുങ്ങളോടൊക്കെ വിരോധമാണ്. എന്താ വിരോധത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല. സാധാരണ വീട്ടിൽ പ്രായമായവർ പറയുമല്ലോ, അത് ചെയ്യ് ഇത് ചെയ്യ്, അതാണ് വിഷയം. ഇടോ പ്രായമായ ആണോ പെണ്ണോ, ഓക്കെ, മുത്തശ്ശനോ മുത്തശ്ശിയോ, പ്രായാധിക്യം കാരണം ചിലപ്പോൾ അവരുടെ ജനറേഷനിൽ, അവരുടെ വളർന്നു വന്ന കാലഘട്ടത്തിൽ, അവരുടെ പ്രൈമിൽ അവർ കണ്ടതും അവരനുഭവിച്ചതുമായിട്ടുള്ള സംഗതി അവർ ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതൊക്കെ എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രായമല്ലേ അത് വിട്ടിട്ട് പോകണം. ഇനി അതല്ല, അങ്ങനെ പറയാൻ താല്പര്യമില്ല, ഈ രണ്ട് പറഞ്ഞ് തിരിച്ച് പറയും, ഇത് ആ കാലഘട്ടമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പോയാൽ മതി. ഇനി അല്ല അത്രയും ടോക്സിക് എൻവയോൺമെൻ്റ് ആണ് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അപ്പർ ഹാൻഡുള്ള നിയമമല്ലേ, കേസ് കൊടുത്ത് മിണ്ടാതെ പോയാൽ പോരെ. ടീച്ചറാണ് പറയുന്നു ഈ ലേഡി, ടീച്ചറാണ്, ജോബുണ്ട്, മാറിപ്പോണം, വീട്ടിൽ വേറെ പോയി താമസിക്കണം. മനസ്സിലായോ? അച്ഛനിഷ്ടമല്ല, ആണുങ്ങളെ ഇഷ്ടമല്ല. അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തിയുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം അവിടെ കയറി നിൽക്കുന്നത് ഈ ഷോൻ്റെ ഫ്ലോറിൽ. മനസ്സിലായില്ല? അമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്താണെങ്കിലും, അച്ഛൻ വിചാരിക്കണമല്ലോ. ഏത് ഗതികെട്ട നേരത്ത് ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിച്ച് പോകുന്നുണ്ടാവും ഈ ഇതിൻ്റെയൊക്കെ തന്തപ്പിടികൾ. എന്തൊരവസ്ഥ. ഞാൻ തന്തപ്പിടികൾ എന്ന് പറയാൻ കാരണം മുത്തശ്ശന് ഇഷ്ടമല്ല. അപ്പോൾ മുത്തശ്ശൻ വിചാരിച്ചു ഞാൻ ഏത് നേരത്തിൻ്റെ മാനം ഉണ്ടാക്കി അതിന് ഇങ്ങനെ സാധനം ഉണ്ടായല്ലോ. അച്ഛൻ വിചാരിച്ചു കാണും എപ്പോൾ വാഴ വെച്ചാൽ മതിയായിരുന്നു. അല്ല, വാഴ അതിനും നല്ലതാണ്. ഓക്കെ, ചേടാ ഞാൻ സീരിയസ്ലി മാൻ, ഇങ്ങനത്തെ എന്താ പറയുക ടോക്സിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ ഭയങ്കര ഡേഞ്ചറാണ് ഇവർ. साक्षी जी यार, आपको मैं कैसा लगता हूँ यार? आप अच्छी लगते हो मुझे. आप बहुत गोरे हो, पता है आपको. गोरे हो? हाँ इसलिए. ये रीजन है भाई, ये रीजन मिला आपको? Racist man rare. यार यहाँ लिखा है मेरा गोल है पति को दारू पी के मारना है. यार मुझे सच में करना है, सच में वो बेल्ट लेके कि आजा आज तेरी बारी है, एकदम करना है तेरी मुझे. बारी है? तेरी बारी है मतलब? Why don't you just get into a healthy relationship यार? बेल्ट से क्यों मारना है? मतलब मेरे अंदर फैंटेसी की कुछ रेड फ्लैग जैसा हो लाइफ में बहुत सारा. यहाँ लिखा है that you got cheated on. I mean, why would anyone cheat on you? Maybe I'm a man hater इसलिए शायद.
कैसे पता चला आपको कि वो चीट कर रहा है? मैंने चैट्स वैट्स देख लिया थोड़ा और फिर मुझे लगा वो खुश था एक दिन. സച്ച് എ ഫേക്ക് എന്നേ പറയാനുള്ളൂ. ഒരു ഷോയിൽ കയറി പറ്റാൻ ആണുങ്ങളെ നെഞ്ചത്ത് പൊങ്കാലട്ടും അല്ലെങ്കിൽ ആണുങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു കയറണമല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഒരു സ്ത്രീ എത്തുമ്പോൾ അതിൻ്റെ ഡേഞ്ചർ ഇപ്പോഴും സൊസൈറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. മാൻ ഹേറ്ററാണ്, പക്ഷെ ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്തുവാണ് ഇത്? പിന്നെ അത് വിട്, കള്ളു കുടിച്ച് ഒരാണിനെ തല്ലണം എന്നുള്ളതാണ് ഇവരുടെ ഡ്രീം ഫാൻറ്റസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പം ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവർ പറയുക എന്താ പറയുക, ഈ കുട്ടിയുടെ വീട്ടിൽ മദ്യപാനിയായ ഒരു അച്ഛൻ ഉണ്ടാവുമായിരിക്കും, ആ അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടു വളർന്ന കുട്ടിയായിരിക്കും, അപ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരാണിനെ അങ്ങനെ തല്ലിയാൽ, അതായത് ഇത് കണ്ടു വളരുമ്പോൾ ഒരു ദേഷ്യം ആണുങ്ങളോട് വരുമല്ലോ, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നവരുടെ അടുത്തൊന്നും ഒരു ന്യായീകരണവും വെക്കാനില്ല, പറയാനില്ല. എഡ്യൂക്കേഷൻ ഉണ്ട്, മാറിയ സിസ്റ്റത്തിനെ കുറിച്ച് അറിവുണ്ട്, ചുറ്റുപാടിനെ കുറിച്ച് ബോധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് അതിനൊരു ട്രോമ ഉണ്ടായി, ഞാൻ ഇനി എൻ്റെ മക്കൾക്ക് കൊടുക്കരുത് അല്ലെങ്കിൽ ഞാനത് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞ് കറക്ഷനല്ലേ വേണ്ടേ? അതല്ല. ഇനി ഒരാളാണ് ഇങ്ങനെ ഒരു ഫാൻറ്റസി ഇതേ സ്റ്റേജിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആണിൻ്റെ അവസ്ഥ എന്താ? നേഷൻ മൊത്തം എതിർത്ത് ആ ചെങ്ങൈനെ ഏറെ കയറ്റില്ലേ? ഒരാണ് വന്ന് പറയുകയാണ് എൻ്റെ ആഗ്രഹം ഇതേ സ്റ്റേജിലൂടെ, ഞാൻ ഒരു സ്ത്രീ വിരോധിയാണ്, എനിക്കൊരു സ്ത്രീയെ വലിച്ചഴച്ച് അവളെ കൊണ്ടുവന്ന് പണ്ട് മറ്റേ മഹാഭാരതത്തിലൊക്കെ കണ്ട പോലെ അടിക്കണം, വസ്ത്രാക്ഷേപം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓൻ്റെ ഫാൻറ്റസിയാണ് പറയുകയാണ്. എന്തായിരിക്കും അവസ്ഥ? ഇപ്പം ഈ അടുത്തൊരു ബിരിയാണി കേസ് ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അത് ഇതേപോലെ ഭയങ്കര സീനായിപ്പോയി. അത് ബിരിയാണി വിഷയം ആണ് പറഞ്ഞാൽ പ്രശ്നമാണ്. പെണ്ണിന് എന്ത് അപരാധം വേണേൽ ആണിനെ കുറിച്ച് വിളിച്ച് പറയാം, ഒരു സീനും ഈ നാട്ടിലില്ല. ആണുങ്ങൾ തന്നെ അത് കേട്ടിട്ട് ചിരിക്കും. അതാണ് അവസ്ഥ. ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞു, തീർന്ന അവിടെ, പിന്നെ കഴിഞ്ഞ അവനാണ് ഏറ്റവും വലിയ ക്രിമിനൽ. പിന്നെ അവിടെ ഇതുപോലെ ഫേക്ക് അടിച്ച് വന്ന് ആൺവിരോധം കൊണ്ടു കിടക്കുക, റേസിസം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. സമയം എങ്ങനെയുണ്ട്? നല്ല നല്ല വെളുത്തിട്ടാണ്, നല്ല സുന്ദരനാണ്, അപ്പം ആൺവിരോധമൊന്നും ഇല്ല. क्या करूँ? कर सकती हूँ, अच्छा मर्द मिले तो. अच्छा मर्द क्या होता है? अब अच्छा मर्द होता है कि सिर्फ जोरू का गुलाम हो, मतलब. ओके. और आप बेल्ट से पीटो उसको. रिवर्स चलना चाहिए ना कुछ तो. क्या अब बात है यार. जनरेशनल कुछ तो आना चाहिए. मैं जेंजी हूँ तो कुछ तो अलग हो यार. अब जेंजी. जेंजी मैं तो जेंजी हूँ, मुझे मैंस नहीं पसंद. इसका इंग्लिश टीचर भी मर्द था तो ये नहीं गई होगी. भोजपुरी रील्स बनाती हूँ और बिहारियों की वजह से मेरी आईडी चल रही है, फिर भी यहाँ आके उनकी मार रही हूँ. क्योंकि मैं मारने वाली थी बिहारियों पे जोक्स. फिर मैंने Why they are so smart, they are intelligent, वो IAS करते हैं, UPSC. हाँ करते हैं, सब कुछ करते हैं, मतलब मर्द नहीं होते अच्छे वहाँ के. आपको पता है गौतम बुद्ध भी बिहार से थे? कौन? दोस्तों टीच फॉर इंडिया. സോറി ബിഹാറിയാണ്, ബുദ്ധൻ എവിടുന്നാണ് എന്നുള്ളത് പോലും അറിയില്ല. അത്രയും അല്പബുദ്ധിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്യൂഡോ ഫെമിനിസ്റ്റ്. എന്നാൽ ആണുങ്ങളെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? അടിക്കണം, കുത്തണം, ആണുങ്ങളെ ഇഷ്ടമല്ല, വെറുപ്പാണ്. എന്നാൽ കല്യാണം കഴിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരാളിനെ കല്യാണം കഴിക്കും. ഇത്രയും ഫേക്കായിട്ടുള്ള ഒരാൾ നാഷണലി എന്താ പറയുക, ഇത്രയും വ്യൂവർഷിപ്പുള്ള ഒരു ഷോയിൽ വന്ന് ഇത്രയും കാര്യം വിളിച്ച് പറഞ്ഞിട്ട്, അതേ ഷോന് ഇതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ഇതേ ഷോൻ്റെ ഒരു എപ്പിസോഡിലാണ് ഈ വീർ വൈസിപ്സ് രൺവീർ അഹ്ലബാദിയ ഏറെ പോണത്. ആൻഡ് ദാറ്റ് വാസ് വെരി സീരിയസ്. ഇതും സീരിയസ് അല്ലേ? അതും സീരിയസ് ആണെങ്കിൽ ഇതും സീരിയസ് ആണ്. അതെടുത്ത ഗ്രാവിറ്റി തന്നെ ഇത് കൊടുക്കണ്ടേ? വേണ്ടേ? ഇത്ര പബ്ലിക്കായിട്ട് ആൺവിരോധം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? ഇന്ന് ആൺവിരോധം പറയുന്നതിന് ദർ ഷുഡ് ബി എ റീസൺ. ആണിനോടോ പെണ്ണിനോടോ ഒരു വ്യക്തിക്ക് വിരോധം തോന്നുന്നതിന് ദർ ഷുഡ് ബി എ റീസൺ. വിത്തൗട്ട് എനി റീസൺ. तो साक्षी झा यार, आपको नहीं लगता कि all men's come out of a woman? Of course. So women give birth to these men that you hate. The root of the So problem. it's men. Definitely the root cause. तन्मय भाई आप बहुत शांत बैठे हैं. वो अभी प्रोसेस कर रहे हैं. किसी फ्लिपकार्ट में से ब्लेड मंगा सकता है क्या? ब्लेड, मेरे को ब्लेड चाहिए. मिलता है
12 मिनट में 2 ब्लेड मिल सकता है क्या? बेल्ट भाई सच में आ जाएगा फ्लिपकार्ट मिनट से. हाँ बेंचो अब भी मंगाओ यार. फ्लिपकार्ट मिनट से ब्लेड मंगाओ भाई. सब मिल जाता है भाई. आप स्कूल में टीचर थे यार. अभी हूँ, मैं पढ़ाती हूँ, आज मैं छुट्टी लेकर आई हूँ. सिखा रही हूँ क्या सिखाते हो आप? कि आस्क फॉर एनीथिंग, यूज बिफोर आस्क बिफोर यूजिंग. Home from work. Sakshi, I want to say thank you. Thank you so much. Because of you, people will love men a lot more. No. They will. They will. After you. Let them love. Let them love. You അല്ല അത് സത്യമാണ്. രഘു ലാസ്റ്റ് പറഞ്ഞത് വളരെ ക്ലിയർ ആയ സാധനം. ഇതുപോലുള്ള വേട്ടാവളിച്ചുകളെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പിന്നെയെങ്കിലും ആണുങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ഈ സൊസൈറ്റിയിൽ കുറച്ച് പേരിനെങ്കിലും കിട്ടുന്നത്. കാരണം ഇവരുടെ ഈ എക്സ്ട്രീം ഈ സ്യൂഡോ ഫെമിനിസം കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ, ആൺ വിരോധം എന്ന് പറഞ്ഞ ഇവർ കൊണ്ടു നടക്കുന്ന ഒരു ഐറ്റം, അതിൻ്റെ ഒരു എക്സ്ട്രീം സാധനം ഇവർ പുറത്ത് തുപ്പുമ്പോൾ വിത്തൗട്ട് എനി റീസണാണ് ഈ സാധനം എന്നുള്ളത് അത് സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ സംസാരിക്കുന്ന ആൺവിരോധം കൊണ്ട് നടന്ന് അത് ബാക്കിയുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ആളുകളുടെ ട്രാപ്പിൽ പോയി പെടുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആൾക്കാരെ പേരൊന്നും പറയില്ല. റീസെൻ്റ്ലി എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, പേഴ്സണൽ മെസ്സേജ് എനിക്ക് അയച്ചത് ഇനി പറയാൻ പാടുമെന്നുള്ളത്. ബട്ട് ഈ ഒരു കോണ്ടൻറ്റ് ആയതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം പറയാൻ. എനിക്കിതിപ്പോൾ ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോൾ പറയാൻ തോന്നിയതാണ്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി, നിങ്ങളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു ടോപ്പ് ക്രിയേറ്ററാണ് അതിൻ്റെ ലേഡി. അവർ എനിക്ക് വന്നിട്ട് ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സായി എനിക്ക് അതിഭീകരമായിട്ടുള്ള വിഷയങ്ങൾ പുരുഷന്മാരോട് തോന്നുന്നു, ആൺകുട്ടികളോട്. ഇപ്പോൾ സായിയോട് മെസ്സേജ് അയക്കുമ്പോഴും സായി റിപ്ലൈ എന്ത് തന്നാലും ഒരു ടൈം കഴിയുമ്പോൾ എനിക്ക് സായിയോട് ഭയങ്കര ദേഷ്യം വരാനും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ റിപ്ലൈ ഇടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി സ്ത്രീകളോട് സംസാരിച്ചാൽ പോരെ. ബട്ട് ഐ ഡു വാണ്ട് ടു നോ എ മെൻസ് പെർസ്പെക്റ്റീവ്. അപ്പോൾ പറഞ്ഞു ശരി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തുകയാണ് ഈ കോൺവെർസേഷനിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ എന്നോടൊരു ദേഷ്യം തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റോങ് ആയിട്ട് കയറുകയാണ് നിങ്ങളെ തലയിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പോയിക്കൊണ്ട് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു ഒരു സംസാരിച്ചു തുടങ്ങി. ഇവർ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഫെമിനിസ്റ്റ് ലൈനിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളോട്, സ്ത്രീകളോട് ഇടപഴകുന്ന സംസാരിക്കുന്ന ഒരു ലേഡിയാണ്. ഇവർ ആക്ച്വലി ഈ സാധനങ്ങൾ ഫെമിനിസം അല്ലെങ്കിൽ പ്രോഗ്രസീവ് തോട്ട്സ് ഇതൊക്കെ ഇവരിൽ നിന്നാണ് ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്, ഇവരുടെ സംസാരങ്ങളിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അല്ലാതെ ബുക്ക് റെഫർ ചെയ്തോ പേഴ്സണൽ എക്സ്പീരിയൻസിലോ ലൈഫ് എക്സ്പീരിയൻസിനോ ഇവർ ഉണ്ടാക്കിയെടുത്തതല്ല പ്രോഗ്രസീവ് തോട്ട്സ്. ഓക്കെ, മെല്ലെ മെല്ലെ ഇവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി ആണുങ്ങളോട്. അച്ഛനോട് ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, അങ്ങനെ ആണുങ്ങളോട് മൊത്തം ദേഷ്യം ഇവർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ, വൈ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സംസാരങ്ങളുടെ ഇടയിലൊക്കെ ഈ പറഞ്ഞ ഇവരുടെ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഫ്രണ്ട്സ്, ആ ലേഡീസ്, അവരിൽ കുറച്ച് പേർക്ക് പുരുഷന്മാരിൽ നിന്ന് കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്, കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, ആ സ്പേസിൽ ഇത് ചർച്ചയായിട്ട് വരുമ്പോൾ അവരനുഭവിച്ച ട്രോമകൾ അവർ പറയുമ്പോൾ അത് എനിക്ക് ഫീൽ ആവുകയാണ്. എന്നിട്ട് എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരോട് ദേഷ്യം തോന്നുക. ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു, എടാ ഇത് ഭയങ്കര സീനല്ലേ, ഇത് ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം ഞാൻ വന്നിട്ട് ഞാൻ അനുഭവിച്ചപ്പോൾ ഒരു സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ അനുഭവിച്ചൊരു പ്രശ്നം ഞാൻ പറയുന്നു. ഓപ്പോസിറ്റ് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ഈ സാധനം ഇമോഷണലി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയാണ് മനസ്സിനകത്ത്. അയ്യോ അവനോട് സംഭവിച്ചത് എന്നോടും എൻ്റെ ആളുകളിൽ നിന്ന് സംഭവിക്കും എന്നുള്ളൊരു പേടി ബിൽഡായി കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. അതുപോലെ ഈ ലേഡി ആ സിറ്റുവേഷനിലായിപ്പോയി. പിന്നെ അവർക്ക് പേടി, ഏതൊരാണും ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടിയൊക്കെ അവർക്ക്. സിനിമ കാണുമ്പോൾ അവർക്ക് പേടി അത്ര. ചില രംഗങ്ങൾ സിനിമയെ കാണുമല്ലോ, ഭർത്താവ് ഭാര്യനെ അങ്ങനത്തെയൊക്കെ സീൻ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ താല്പര്യമില്ല സംസാരിക്കാൻ, ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഇത് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാനൊരു റിസ്ക് എടുക്കാൻ റെഡിയല്ല. കാരണം ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മിസ്റീഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മൈൻഡ് സെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് വള്ളിയാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വരുന്നത്, ഞാൻ ഒരാണാണ്. സോ എൻ്റെ സേഫ്റ്റി നോക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കിവിടെ നിയമം അടക്കം ഒന്നുമില്ല എന്നെ സംരക്ഷിക്കാൻ. സോ ഐ എം വെരി സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ കേട്ട് വന്നപ്പോഴേ ഞാൻ ഇത് കുറച്ച് കാലം മുമ്പാട്ടോ, എനിക്ക് തോന്നുന്നൊരു 2014 ലാസ്റ്റ് ആ സമയത്താണ് ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടായത്.
അപ്പോഴും ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്. കുറേ പേര് ഇങ്ങനത്തെ പോയി പെടുന്നുണ്ട്, കുറേ പേര്. അത് കൂടുതൽ ഇങ്ങനെയാണ്, പുരുഷവിരോധം എന്നുള്ളതിലേക്കാണ് ഇത് മാറുന്നത്. മൊത്തം പുരുഷന്മാരോടും വിരോധമാണ് സൊസൈറ്റിക്കകത്തുള്ളത്. So, do you ever want to be a mother someday? Of course I would love to. But for that you will need men's. तो मैं कर लूँगी शादी यार, मर्दों से करना पड़ेगा. मर्दों से कर लोगी आप? मर्द से शादी कर लूँगी. आपका ड्रग डीलर भी मर्दी है. क्या? Is your drug dealer a man or a woman? I don't drugs. मैं कुछ नहीं करती. She don't drugs, fuckers. She don't drugs. She don't drugs. Teach for India. Make some noise for Sakshi Jayar. From my side, it's a 0. Yeah. समय 10 on 10 देना अलाउड है क्या? हाँ 0. मुझे 0 लिखना चाहिए था. I really feel that. Blade आ गया. यहाँ Flipkart minutes. Oh my God. यहाँ 5 लोग लड़ रहे हैं ब्लेड्स के लिए. 0. Sakshi ji. यार you are very wrong. But you are so entertaining. Thank you. तो मैं आपको देता हूँ 0. അടിപൊളി. ഫുള്ള് 0 കൊടുത്ത് വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെയാണ് കയറിപ്പോയിരുന്നു. അല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിൽ ഈ ബ്ലേഡിൻ്റെ കാര്യം ഇവർ ഈ പ്രൊമോഷൻ സാധനമായിട്ട് ഫ്ലിപ്കാർട്ട് മിനിറ്റ്സിൻ്റെ പറഞ്ഞാണെങ്കിലും അതിനകത്തൊരു ഇന്നർ സാധനമുണ്ട്. ഇതിനോടൊക്കെ വർത്താനം പറയുന്നതിനേക്കാൾ നല്ലൊരു ബ്ലേഡ് കൊണ്ട് സ്വയം വെട്ടിച്ചാവുന്നതാണ്. മനസ്സിലായില്ലേ? ഒരാണെന്നുള്ള നിലയ്ക്ക് ഇമാതിരി ഐറ്റങ്ങളോട് പോയി വർത്താനം പറയാതിരിക്കുന്നത് ബെറ്റർ. കാരണം നാളെ ഏത് രീതിയിൽ ഇവർ നമ്മളെ എന്തെങ്കിലും ഒരു കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാക്കും വരും. ഇത് നമ്മളെ ചുറ്റുപാടുണ്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ട്. അവരൊന്നും ഫെമിനിസ്റ്റ് അല്ല ഇവരൊക്കെ, പക്ഷേ ഈ വന്നിരിക്കുന്നത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിനകത്താണ്. ചോദിച്ചാൽ പറയും അത് അവർക്ക് ആ ട്രോമയല്ലേ ഈ ട്രോമ. യാ ഐ റെസ്പെക്റ്റ്. പക്ഷെ ആ ട്രോമ വന്നവരോട് നിങ്ങൾ ദേഷ്യം കാണിക്കുക. അതെല്ലാവരോടും കാണിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും ഒരുപോലെയാണോ? കഷ്ടമുണ്ടെന്താണെങ്കിലും ഇങ്ങനെ ഓപ്പണായിട്ട് പുരുഷവിരോധം പറയുമ്പോഴും ഒരാൾ പോലും നിയമപരമായിട്ട് ഇത് ചോദ്യം ചെയ്യാനോ വിഷയങ്ങൾക്കോ നിയമപരമായിട്ട് പറ്റില്ല. അപ്പോൾ ചോദിക്കും നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ സ്ത്രീകൾക്കെതിരെന്ന് പറഞ്ഞിട്ട് വരും. ചിലപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അവസ്ഥയാണ് ഒരാണെന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നതൊരു അവസ്ഥ തന്നെയാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല.